കൈരളി ചാനലോ CPM ഇതിന് പൊളിറ്റിക്കൽ അവസരമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, നോ ഇഷ്യൂ. കൈരളിയും CPM-ന് ഒരു അജണ്ട ഉണ്ടെങ്കിൽ നിങ്ങളുടെ അജണ്ട ആയിട്ട് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്കൊരു അവകാശമുണ്ട്. പക്ഷേ BJP നിങ്ങളുടെ തന്ത്രം ശ്രദ്ധ തിരിക്കാൻ ഈ സ്ട്രാറ്റജി ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ് ഇവിടെ നിർത്തുന്നു. ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് ചെറിയ ഭീഷണിയും കാര്യങ്ങളുണ്ട്. അത് ആരാണെന്നൊന്നും വ്യക്തമാക്കിയില്ല. വ്യക്തമാക്കാതെ പുള്ളി ഇങ്ങനെ പറഞ്ഞു. പക്ഷേ പുള്ളി അപ്പോഴും അതായത് ഒരു ഭയപ്പാടോടു കൂടിയാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് ചാടിപ്പോകുന്ന മനസ്സല്ല. അതിനുശേഷം എന്തുണ്ടായെന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിൽ കൂടെ പറയാൻ പറ്റുമോ, എന്തെങ്കിലും അതിനകത്ത് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇത് BJPക്കുള്ളിൽ ഉരുണ്ടുകൂടുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമാണ്, ഒരു പുറത്തുവരലാണ് ഈ ആത്മഹത്യകൾ. BJP ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലും പാർട്ടി നേതാക്കളുടെ മണ്ണ് മാഫിയ ബന്ധങ്ങളിലുമുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാക്കുറിപ്പിൽ RSSകാരനായി ജീവിച്ചു എന്നതാണ് ജീവിതത്തിൽ പറ്റിയ വലിയ തെറ്റെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ BJPയുടെ ജീർണിച്ച നേതൃത്വത്തിനെതിരായുള്ള പ്രതിഷേധം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കും. നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ BJP പ്രവർത്തകരുടെ ആത്മഹത്യകൾ തുടർച്ചയായി നടക്കുന്നത് സാധാരണ സംഭവങ്ങളായി തള്ളിക്കളയാനാകുമോ? തൃക്കണ്ണാപുരത്തെ ആനന്ദ് K. തമ്പിയുടെ ഞെട്ടിക്കുന്ന ആത്മഹത്യയാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. പാർട്ടി നേതൃത്വത്തിനെതിരെ മത്സരിക്കാൻ രംഗത്തു വന്നതിന് പിന്നാലെയാണ് ഈ ജീവൻ പൊലിഞ്ഞത്. ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല. തിരുമല അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് BJP നേതൃത്വത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ കനൽ എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അടുത്ത ദുരന്തം. പാർട്ടിയിലെ ഗ്രൂപ്പ് പോരുകളും ആഭ്യന്തര ഭീഷണികളുമാണ് ഈ മരണങ്ങൾക്ക് പിന്നിൽ എന്ന് ശക്തമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ നേതൃത്വം എന്തിനാണ് കണ്ണടയ്ക്കുന്നത്? അന്വേഷണം എങ്ങോട്ടേക്കാണ് നീങ്ങേണ്ടത്? മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ വിരൽ ചൂണ്ടുന്നത് പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്കെതിരെയാണ്. എന്തുകൊണ്ട് ഈ ആരോപണങ്ങളിൽ സമഗ്രമായ ഒരു പ്രതികരണം BJPയിൽ നിന്ന് ഉണ്ടാകുന്നില്ല? മാനസിക വിഭ്രാന്തിയോ ഭീഷണിയോ? ആത്മഹത്യ ചെയ്തവരെ മാനസിക വിഭ്രാന്തർ എന്ന് പറഞ്ഞ് പരിഹസിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് BJP നേതാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലുള്ളവർ നടത്തുന്നത്. മാധ്യമങ്ങളോട് ക്ഷോഭിച്ചാൽ സത്യങ്ങൾ മാഞ്ഞു പോകുമോ? പ്രവർത്തകരുടെ ജീവന് വിലയില്ലേ? സ്വന്തം പാർട്ടിക്കാർക്ക് നീതി കൊടുക്കാൻ കഴിയാത്ത നേതൃത്വത്തിന് എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാകും? ഈ ദുരൂഹ മരണങ്ങളുടെ സത്യം ചർച്ചയാവുകയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ. തിരുവനന്തപുരം BJP നേതൃത്വം കൂട്ട ആത്മഹത്യകൾക്ക് കാരണക്കാരാണോ? ഈ വിഷയത്തിൽ സത്യസന്ധവും പക്ഷപാതരഹിതവുമായ ഒരു അന്വേഷണത്തിലൂടെ നീതി ഉറപ്പാകുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ശിവസേന നേതാവ് പെരിങ്ങമല അജി, വലത് സഹയാത്രികൻ മിഥുൻ വിജയകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ എന്നിവർ. ഏറ്റവും ആദ്യം ശിവസേന നേതാവ് പെരിങ്ങമല അജിയിലേക്ക് പോകുന്നു. ശ്രീ പെരിങ്ങമല അജി, ഈ ആനന്ദ് K. തമ്പിയിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. പല മരണങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, ആത്മഹത്യാ ശ്രമങ്ങൾ ഉണ്ട്. ഈ ആനന്ദിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് താങ്കൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കൈരളിയോട് താങ്കൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? അല്ല, ആനന്ദ് K. തമ്പി ശിവസേനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ 13-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ബന്ധപ്പെട്ട പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തൃക്കണ്ണാപുരം സീറ്റ് BJP അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞതായിട്ടാണ് ആനന്ദ് K. തമ്പി എന്നോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹം RSSുമായിട്ടും അതോടൊപ്പം തന്നെ BJPയുമായി പ്രവർത്തിച്ചു വരികയാണ്. അത് എല്ലാ രംഗങ്ങളിലും അദ്ദേഹം അത് തുറന്നു പറയുന്നുണ്ട്. തൃക്കണ്ണാപുരത്ത് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല എന്ന പേരിലാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുവാൻ ഒരു തീരുമാനം ആദ്യം എടുത്തത്.
അത് പിന്നീട് മാറ്റിക്കൊണ്ടാണ് ഈ അടുത്ത ദിവസം 13-ാം തീയതി വെള്ളിയാഴ്ച അദ്ദേഹം ശിവസേന പ്രാദേശിക നേതാക്കളുമായി അവിടെ ബന്ധപ്പെടുകയും തൊട്ടടുത്തുള്ള തൃക്കണ്ണാപുരം വാർഡിൽ ശിവസേന UBT സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുവാൻ എന്നെ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നമ്മെ സമീപിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 13-ാം തീയതി തന്നെ തിരുമലയുള്ള അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൻ്റെ ഒരു ഭാഗത്ത് തിരുമലയുള്ള ശിവസേനയുടെ പ്രാദേശിക നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ, ജില്ലാ നേതാക്കന്മാരുൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ അദ്ദേഹം വളരെ സന്തോഷവനായിട്ടാണ് എനിക്ക് മത്സരിക്കണം, എനിക്ക് തൃക്കണ്ണാപുരത്ത് എനിക്ക് സീറ്റ് BJP തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നില്ല, അതുകൊണ്ട് എനിക്കവിടെ മത്സരിക്കണം, അതിന് എനിക്ക് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പറ്റില്ല, ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി എനിക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വച്ച് അദ്ദേഹത്തിന് പ്രഖ്യാപനം നടത്തിയത്. ഈ വരുന്ന 17-ാം തീയതി, അതായത് നാളെ വൈകുന്നേരം അടിയന്തരമായി ഒരു കൺവെൻഷൻ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഒരു 7-8-9 മണിയോടുകൂടിയാണ് വെള്ളിയാഴ്ച നമ്മൾ പിരിഞ്ഞത്. അതിനുശേഷം ശനിയാഴ്ച രാവിലെ അദ്ദേഹം വേണ്ടപ്പെട്ട വ്യക്തികളെ സന്ദർശനം നടത്തി. ഞാനിങ്ങനെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എനിക്ക് പിന്തുണ നൽകണം, എല്ലാ സഹകരണം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുഹൃത്ത് വലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരണം നടത്തി. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ എന്ത് സമർത്ഥമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോഴ്സാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം പെരിങ്ങമലാജി, ഇപ്പോൾ ഇന്ന് വന്ന ഒരു വാർത്തയുണ്ടല്ലോ, നെടുമങ്ങാട് നിന്ന് വന്ന വാർത്തയാണ്. ശാലിനി എന്ന് പറയുന്ന ഒരു വനിത, അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഇന്നലെ രാത്രി അവരെ ആശുപത്രിയിലാക്കി, ഇന്നവർ തിരിച്ച് എത്തിയിട്ടുണ്ട്. അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത്, അതിനുശേഷം BJP നേതൃത്വം പ്രതികരിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് BJPക്കകത്ത് അവരെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരുന്നു. അത് ലിസ്റ്റ് വന്നപ്പോൾ അവരുടെ പേരില്ല, അതിൻ്റെ പുറത്തുണ്ടായ അവരെ തോൽപ്പിക്കാനൊക്കെ സ്ഥാനാർത്ഥിയായാൽ പോലും തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം വരെ ഉണ്ടായതിൻ്റെ കഥകൾ അവർ പുറത്തു പറയുന്നു. അങ്ങനെ മാനസിക സമ്മർദ്ദം സഹിക്കാനാകാതെ അവർ ആത്മഹത്യയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഇത് ഇന്ന് വന്ന കഥയാണ്. ഇതിങ്ങനെ തുടർച്ചയായി തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ടിങ്ങനെ ഉണ്ടാകുന്നു എന്നത് കൂടി ഈ ആനന്ദ് കെ തമ്പിയുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണോ പെരിങ്ങമലാജി പറഞ്ഞു വരുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് പാർട്ടി പരിശോധന നടത്തേണ്ടതാണ്. കാരണം ഏത് പാർട്ടിയായിരുന്നാലും, കാരണം സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി വനിതയായിരുന്നാലും അല്ലെങ്കിൽ പ്രവർത്തകനായിരുന്നാലും അവർ ഇത്രയും കാലം പാർട്ടിക്ക് ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്കും മോഹങ്ങളുണ്ടല്ലോ. ആ സ്ഥലത്ത് അവർക്ക് അർഹതപ്പെട്ടതാണല്ലോ അവർ ആവശ്യപ്പെടുന്നത്, മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എല്ലാ പ്രാവശ്യവും എല്ലാവരും ഒരാൾ തന്നെ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം മാറ്റിവെക്കണമെന്നാണല്ലോ. അതുകൊണ്ട് ഈ നെടുമങ്ങാട് ഉണ്ടായതും ഇത് തന്നെയാണ്. അവരെ നിശ്ചയിച്ചതിന് ശേഷം അത് ഒരു ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് മാറിപ്പോയെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അത് അവർക്ക് സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റാതിൽ അപ്പുറമാണ്. അപ്പോഴാണ് അവർക്ക് ഇതുപോലുള്ള ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം, ഞാൻ എല്ലാവരുടെ ഞാൻ സ്ഥാനാർത്ഥിയാവണമെന്ന് പറയുന്നു, അതോടൊപ്പം എന്നെ പ്രഖ്യാപിക്കുന്നില്ല. ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ടാവുന്ന പ്രയാസങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. നിങ്ങൾക്കില്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്ക് സീറ്റ് തരാം, അതിനായിട്ട് ശ്രമം നടത്താം എന്നെങ്കിലും ഒരു നല്ല വാക്കെങ്കിലും പറയാൻ ശ്രമിച്ചെങ്കിൽ ഇതുപോലുള്ള ആത്മഹത്യകളിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. കാരണം ആനന്ദ് കെ തമ്പിയുടെ ആ കുടുംബത്തെങ്കിലും നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വേർപാട് ആ കുടുംബം എങ്ങനെ താങ്ങും, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ധരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതിൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. അതായത് BJPയെ പോലൊരു പാർട്ടി സാധാരണ അവരുടെ പ്രവർത്തകരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ അക്കാര്യത്തിൽ ശ്രദ്ധ ഇല്ലാതാകുന്നുണ്ട്. പ്രവർത്തകരുമായി ബന്ധം പുലർത്തുന്നതിൽ നേതൃത്വത്തിന് വീഴ്ചയുണ്ടാകുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള കാരണങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഇതാണ് അജി പറയുന്നത്. അതെ, അത് കൂടുതലും അത് തന്നെയാണ് കാരണം ഓരോ വാർഡുകളിൽ നിന്നും 5 അല്ലെങ്കിൽ 3 സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ആനന്ദിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം
അത് ചെറുപ്രായത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. അദ്ദേഹം ഇന്നലെ 13-ാം തീയതി നടന്ന ആ യോഗത്തിൽ വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ സംഘടനാ വൈഭവങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു. പക്ഷേ ഇതിൽ ഒരു ഭീഷണി ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹം ആ യോഗത്തിൽ സംസാരിച്ചില്ല. പക്ഷേ അദ്ദേഹത്തെ ആ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായിട്ടുള്ള ഒരു സംഭവമായിട്ടേ എനിക്ക് കാണാൻ കഴിയൂ. കാരണം അതുവരെ വളരെ ആക്റ്റീവായിട്ട് നിന്ന ഒരാളാണ്. കാരണം പ്രവർത്തിക്കണം, എനിക്ക് മത്സരിക്കണം, എന്നെ ജനങ്ങൾ അവിടെ പിന്തുണയ്ക്കുന്നുണ്ട്, എനിക്ക് ജയിക്കാൻ തന്നെ സാധ്യതയുള്ള ഒരു വാർഡാണ് അദ്ദേഹം. ആ വാർഡിലെ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, മരിച്ചുപോയ മുൻ കൗൺസിലർ തിരുമല അനിലിൻ്റെ കൂടെ പ്രചരണ രംഗത്ത് സജീവമായിട്ട് നിന്നിട്ടുള്ള വ്യക്തിയും കൂടെയാണ് ആനന്ദ് കെ തമ്പി എന്ന് അദ്ദേഹം ആ യോഗത്തിൽ, അതായത് ശിവസേന പങ്കെടുത്ത യോഗത്തിൽ, ഇന്നലെ 13-ാം തീയതി വന്ന യോഗത്തിൽ അദ്ദേഹം വാദോരാതെ സംസാരിച്ചതാണ്. അല്ല, ഒരുപക്ഷെ ഈ തിരുമല അനിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അടുത്തറിയാവുന്ന ആൾ കൂടിയാണ് ആനന്ദ് കെ തമ്പി. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയോ അല്ലെങ്കിൽ അവർ ഭയപ്പെട്ടിട്ടുണ്ടോ ഇനിയിപ്പോൾ ശിവസേനയിലേക്ക് വന്ന് BJPക്കൊരു ഭീഷണിയായി നിൽക്കാൻ പോകുന്നു, അത് ഇനി തിരുമല അനിലിൻ്റെ കാര്യത്തിലുമൊക്കെ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പോകുന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ് അജി. അല്ല, അങ്ങനെയൊന്നും അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ആ സംസാരത്തിൽ പറഞ്ഞില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞത് മുൻ കൗൺസിലർ തിരുമല അനിലുമായി തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യവും പ്രവർത്തന ശൈലിയുമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പം അവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മുഖമാണ് ആനന്ദ്. അപ്പോൾ ആനന്ദ്, അതുകൊണ്ട് തന്നെയാണ് ആനന്ദിനെ ഇനി കഴിഞ്ഞ വർഷം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് ഇറക്കാൻ ആരെങ്കിലും അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയോ എന്നുള്ളത് കാര്യം അദ്ദേഹത്തിന് അറിയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തെ ഇവർ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം നൽകിയിട്ടുണ്ടോ? എന്തായാലും നിങ്ങളുടെ പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളും പരിശോധിച്ചിട്ടുണ്ടാകും. BJPയിൽ എത്രമാത്രം അദ്ദേഹം സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം പ്രവർത്തകനായി മുന്നേറിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അനിലുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ പ്രവർത്തനം അദ്ദേഹത്തെ BJPയിൽ ഒരു സ്ഥാനാർത്ഥി വരെ ആക്കാനുള്ള സാധ്യതയിലേക്ക് നീണ്ടതാണ് എന്നത് നിങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തിൻ്റെ അതൃപ്തിയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകുക. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രവർത്തിച്ചു വന്ന ഓരോ ഘട്ടങ്ങളും, പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ ഘട്ടം, അദ്ദേഹം MG കോളേജിൽ മത്സരിക്കാൻ നിന്നത് മുതൽ കോഴിക്കോട് അദ്ദേഹം പ്രചാരകനായി പോയ കാര്യങ്ങളൊക്കെ ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മുടെ നേതൃത്വമായിട്ട് അവിടുത്തെ തിരുമലയിലുള്ള ജില്ലാ പ്രാദേശിക നേതൃത്വമായിട്ട് ഞാനും കൂടെ പങ്കെടുത്ത ആ യോഗത്തിൽ വളരെ കാര്യമായിട്ട് അദ്ദേഹം അക്കാര്യങ്ങൾ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് അതിനേക്കാളും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് അദ്ദേഹം ഇന്ന് എനിക്ക് കൈരളി കൂടെ കണ്ടതാ, അദ്ദേഹം ശിവസേനക്കാരനാണ്. കാരണം അദ്ദേഹം ഒരു ദിവസമേ വന്നിട്ടുള്ളൂ നമ്മളോട്. കാരണം ഈ 13-ാം തീയതി, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച 7 മണിക്ക് അദ്ദേഹം നമ്മളോടൊപ്പം വന്നു മെമ്പർഷിപ്പ് എടുത്ത ഒരു ദിവസത്തെ പ്രവർത്തനമാണ് അദ്ദേഹമുള്ളത്. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പേ അദ്ദേഹം പാർട്ടിയിലില്ല. ഇതിപ്പം എന്താ പറയുമ്പോൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ശിവസേന മുൻകാലങ്ങളിൽ ശിവസേനക്കാരനാണെന്ന് ആക്കുന്ന ആ സമീപനത്തിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു സ്വയം സേവകനാണ്. അദ്ദേഹം BJPയുടെ പ്രവർത്തകനാണ്, നല്ലൊരു അച്ചടക്കമുള്ള പ്രവർത്തകനാണ്. അവിടെ ജീവകാരുണ്യ പ്രവർത്തനവും സമൂഹമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ആളാണ്. അവിടെ വലിയ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. BJPയുടെയും RSSൻ്റെയും ഒക്കെ എല്ലാ നേതാക്കളുമായിട്ടും പ്രവർത്തകരുമായിട്ടൊക്കെ നല്ല സൗഹൃദമുള്ള ആളാണ്. അവിടുത്തെ എന്താ പറയുക, എല്ലാവർക്കും ഒരു സുപരിചിതനായിട്ടുള്ള ഒരു ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേർപാട് ആ പ്രദേശത്തുള്ള ഒരു കുടുംബത്തോടൊപ്പം തന്നെ ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്, എന്നെ കാണാൻ ഒരു BJP നേതാവിനും അനുവാദം നൽകരുത്, എന്നെ കാണാൻ അവർ വരരുത് എന്നത് മാത്രമാണ്. അത് തന്നെ വ്യക്തമാക്കുന്നു എത്രമാത്രം അദ്ദേഹത്തിന് അവരോട് അടുക്കാൻ പറ്റില്ല, അവരോട് വിഷമമുണ്ട്, വൈരാഗ്യമുണ്ട് എന്ന്. അല്ല, അക്കാര്യം അത് എന്താണ് അത്രത്തോളം പോയെന്നുള്ള കാര്യം അത് അത്രത്തോളം നമ്മൾ ഇടപഴകിയിട്ടില്ല. കാരണം ഒരു ദിവസമാണ് ആനന്ദുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും
പ്രശ്നങ്ങളോ അക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളോട് സ്വാഭാവികമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളത് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് BJP നേതാക്കൾ വരേണ്ട എന്ന് പറയുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ആ ക്ലിപ്പ് പോലും നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, അല്ല അതിൻ്റെ രേഖകൾ പോലും, ആ ആത്മഹത്യാക്കുറിപ്പ് പോലും. മിഥുൻ വിജയകുമാർ, നോക്കൂ, എന്താണ് ഇപ്പോഴത്തെ BJP നേതൃത്വത്തിന് സംഭവിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഒരു BJP പ്രവർത്തകൻ, സാധാരണ പ്രവർത്തകൻ എന്നുള്ളതിന് അപ്പുറം ഒരു സ്ഥാനാർത്ഥി പോലും ആകാൻ സാധ്യതയുണ്ടായിരുന്ന, അങ്ങനെ വാഗ്ദാനം ലഭിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ ആൾ ആനന്ദ് തമ്പി, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്ത ശേഷം BJPയുടെ നേതൃത്വം പറയുകയാണ് ഇയാൾ BJPക്കാരനെ അല്ല എന്ന്. അതിനുശേഷം അദ്ദേഹം ശിവസേനയുടെ സ്ഥാനാർത്ഥിയാകുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നത് BJPയുടെ നേതാക്കൾക്ക് അന്വേഷിക്കാൻ താല്പര്യമുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഇപ്പോൾ വന്നതായും കാണുന്നില്ല. സ്വന്തം പ്രവർത്തകരെക്കുറിച്ച് വേണ്ട രീതിയിൽ സാധാരണ പ്രവർത്തകനോടൊപ്പം തോളോട് തോൾ ചേർന്ന് കൈയിട്ട് പ്രവർത്തിക്കുന്ന നേതൃത്വത്തിൻ്റെ അഭാവമാണ് BJPയിലുള്ളത് എന്ന് ഒരുപക്ഷെ അവരോടൊപ്പം പോലും നിൽക്കുന്ന മറ്റു പാർട്ടികളിൽപ്പെട്ടവർക്ക് പോലും തോന്നുന്ന സാഹചര്യം ഇപ്പോൾ പെരിങ്ങമലാജി പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്. BJPക്ക് അത്തരത്തിൽ ഒരു നേതൃത്വമാണ് ഇപ്പോഴുള്ളത് എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നോക്കൂ ഡോക്ടർ ലാൽ, ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പൊളിറ്റിക്സിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാവാൻ കാരണം, ഇതെല്ലാം തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ ഏത് സംഘടനയാണെങ്കിലും, അതിപ്പം BJP ആണോ CPM ആണോ കോൺഗ്രസ് ആണോ എന്നല്ല, ഓരോ പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സ്കോപ്പുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇത്രയും വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഒടുക്കണം എന്നൊരു ലെവലിലേക്ക് എത്തിയത് എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം അതിനെക്കുറിച്ചൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി ഈ പാർട്ടി നടത്തണം. അതിപ്പോൾ ഏത് ലെവലിലാണെങ്കിലും അവർ നടത്തി തന്നെ വേണം. കാരണം ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പം ഈ നമ്മൾ എമിൽ ഡർഖീമിൻ്റെ ഒക്കെ ചില തിയറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരു വ്യക്തി ആത്മഹത്യ, ഇപ്പോൾ അൾട്രൂസ്റ്റിക് സൂയിസൈഡ്സിനൊക്കെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ പലപ്പോഴും ഒരു വ്യക്തി അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ എല്ലാം ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ആ സോഷ്യൽ ഗ്രൂപ്പാണ് എന്ന ചിന്തയിലേക്ക് എത്തുമ്പോഴാണ് അവർക്ക് പിന്നീട് ആ ഐഡൻറ്റിറ്റിയുമായി പൊരുത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ ആ സൂയിസൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നത് തീർച്ചയായിട്ടും ഒരു ഇൻറ്റേർണൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ തന്നെ വേണം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതിപ്പം പുള്ളി ഇന്നലെ കുറച്ച് ദിവസം മുമ്പ് ശിവസേനയിലേക്ക് മാറി എന്ന് പറയുന്നു, ഇതിനു മുമ്പ് BJPയിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ BJPക്ക് അവിടെ എന്ത് പരാജയം സംഭവിച്ചു എന്നത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ പല വേദികളിലും BJP അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ പൊളിറ്റിക്സ് ഒന്നുമില്ല. കാരണം ഇത് നമ്മളിപ്പോൾ കുറേ കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ളൊരു പ്രവണത BJPക്ക് ഉള്ളിൽ വേണം. അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്, അതിപ്പോൾ ഏത് പാർട്ടിയുടെ ആണെങ്കിൽ പോലും കേട്ടോ, കാരണം CPMനകത്ത് ഇത് നടക്കാത്തതല്ല, കോൺഗ്രസ്സിൽ ഇത് നടക്കാത്തതല്ല. അപ്പം അങ്ങനത്തെ സൂയിസൈഡ്സ് നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. ഇപ്പം വയനാടാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മുമ്പ് ഒരു ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു, പുള്ളിക്കാരൻ്റെ മകൻ ആത്മഹത്യ ചെയ്യുന്നു. പ്രിയങ്ക ഗാന്ധിയുമായിട്ട് അത്യാവശ്യം നല്ല ക്ലോസ്, എന്താ പറയുക, പ്രിയങ്ക ഗാന്ധി വന്ന് കണ്ട് ആശ്വസിപ്പിച്ച് എല്ലാ സഹായങ്ങളും നൽകും എന്നൊക്കെ പറഞ്ഞ ഒരു കുടുംബമാണ്. പിന്നീട് പുള്ളിക്കാരൻ്റെ എന്താ പറയുക ഡോട്ടർ ഇൻ ലോ അവരും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ രാഷ്ട്രീയമായി നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ഇതിൽ വേണ്ടത്ര ഒരു ഡെപ്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നും ഈ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസുമായി കണക്റ്റായി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ടും അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റ് കാര്യങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ തയ്യാറാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെന്ന് അവർ ഉറപ്പുവരുത്തുന്നുണ്ട്, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഇവിടെ ഇല്ല. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു പണ്ട് ഒരു 2015 ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഈ പറയുന്ന പോലെ ഡിജിറ്റൽ ക്യാമ്പയിനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അന്ന് അവരെന്നെ അപ്രോച്ച് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ ഞാൻ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ പുറമേ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഏറ്റവും ലീഡിങ് കാൻഡിഡേറ്റാണ്. ഈ പുള്ളിക്കാരന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട് അവിടെ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഞാൻ ചെന്ന് കാണുന്നു. ഞാൻ കാസർഗോഡായിരുന്നു ചെന്നത്. അപ്പം ഞാൻ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പലരും അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവർക്ക് PhD-കാരാണ്, MPhil ചെയ്ത ആൾക്കാരുണ്ട്,
പക്ഷേ ഇവരോടൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളുടെ ജോലി എന്താ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഫുൾ ടൈമേഴ്സാണ്. അപ്പോൾ അവരുടെ കമ്മിറ്റ്മെൻറ്റ് അത്ര ഡീപ്പാണ്, ആ ലെവലിൽ അവർ കമ്മിറ്റഡ് ആണ് ഈ ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഓർഗനൈസേഷൻ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതിപ്പോൾ ഇന്ന പാർട്ടി എന്നില്ല, അതിപ്പോൾ ഏത് പാർട്ടി ആണെങ്കിൽ പോലും ആ ഓർഗനൈസേഷൻ. പക്ഷേ മിഥുൻ വിജയകുമാർ നോക്കുക, സംസ്ഥാന BJPയുടെ അധ്യക്ഷന് ഒരു കോർപ്പറേറ്റ് സംവിധാനത്തെക്കുറിച്ച് നല്ലവണ്ണം വ്യക്തമായി അറിവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ആളുകൾക്ക് നൽകേണ്ട മാനസിക മായ പരിശീലനത്തെക്കുറിച്ച്, അവർക്ക് വേണ്ട ആത്മധൈര്യത്തെക്കുറിച്ചൊക്കെ, അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറയെക്കുറിച്ചൊക്കെ വ്യക്തമായി അറിയേണ്ട ആളാണ്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നത് നോക്കുക, പാർട്ടിക്കകത്തു നിന്ന് തന്നെ വരുന്ന പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ താഴെ തട്ടിലുള്ള ആളുകളുടെ ഒരു പൾസും അറിയാത്ത ആളാണ് ഈ മുകളിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതാ നോക്ക്, മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ മാധ്യമങ്ങളുടെ അജണ്ടയാണ്. മരണത്തെക്കുറിച്ച് പോലും രാഷ്ട്രീയമായി സംസാരിക്കരുതെന്നൊക്കെ നമ്മളൊക്കെ പറയുമ്പോഴും BJPയുടെ അധ്യക്ഷൻ പറഞ്ഞത് ഇതൊക്കെയാണ്. താങ്കൾ അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണോ BJP ഇതിനകത്തൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം എന്ന് സൂചിപ്പിച്ചത്? നോക്കൂ, ഇതിപ്പോൾ ഒരുവിധപ്പെട്ട പാർട്ടികളൊക്കെ ഇൻട്രോസ്പെക്ഷൻ നടത്തണമെന്ന് ഞാൻ പറയുള്ളൂ. പണ്ട് ഒരു കേസ് ഉണ്ടായിരുന്നു, എന്തായിരുന്നു പുള്ളിക്കാരൻ്റെ പേര്, ബാബു എന്ന് പറയുന്ന, ഈ പറയുന്ന നമ്മുടെ പത്തനംതിട്ടയിലൊരു വിഷയമാണ്. അന്ന് CPMൻ്റെ ചില നേതാക്കൾ ഇയാളെ ഹറാസ് ചെയ്യുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് 20 ലക്ഷത്തോളം ഇയാളുടെ നിന്ന് ഫണ്ട് പിരിച്ചെടുക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു. പക്ഷേ അതിന് എന്ത് ഇൻട്രോസ്പെക്ഷനാണ് CPM നടത്തിയത് എനിക്കറിയില്ല. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയപരമായി ചിന്തിക്കാനാണെങ്കിൽ അങ്ങ് കടന്നു പോകാൻ പറ്റും. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് ആയിരിക്കാം, രാജീവ് ചന്ദ്രശേഖറിന് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അൾട്ടിമേറ്റ്ലി വരുന്നത് കേരളത്തിലേക്കാണ്. കേരളത്തിലെ BJPയുടെ ഡൈനാമിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ടാലൻറ്റിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടി അല്ല അവർ. അത് ഓപ്പണായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. BJP വിമർശിക്കാം, അല്ലെങ്കിൽ BJP സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കുന്ന BJPയുടെ ഉള്ളിൽ നിന്നുള്ള നേതാക്കൾ ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റ് ചെയ്യുന്നില്ലേ BJPക്കെതിരെ എത്ര വലിയ ക്യാമ്പയിൻസ് BJPക്കാർ തന്നെ ചെയ്യുമ്പോൾ അതിനർത്ഥം BJPയുടെ ഒരു ഫൗണ്ടേഷണൽ സ്ട്രക്ചർ, പ്രത്യേകിച്ച് കേരളത്തിലെ, അതത്ര ഈ പറഞ്ഞ പോലെ ടാലൻറ്റ് സപ്പോർട്ടിംഗ് അല്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു എന്താ പറയുക, ഈ പറയുന്ന ചില ആളുകൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകുന്നത് വെച്ചാൽ അവർ ഫുൾ ടൈം കമ്മിറ്റഡ് ആണ് ഈ പാർട്ടിയിൽ, അല്ലെങ്കിൽ അവർ ഫുൾ ടൈം കമ്മിറ്റഡ് ആണ് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിൽ. അങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞൊരു പോയിന്റ് എത്തുമ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, എല്ലാ കാലത്തും മത്സരിക്കുന്ന ചില ആൾക്കാർ വന്ന് മത്സരിക്കുന്നു. അപ്പോൾ ഈ ചില മണ്ഡലങ്ങളൊക്കെ എടുത്ത് നോക്കാം നിങ്ങൾക്ക്, BJPയുടെ ഇപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് വടകരയോ അല്ല അങ്ങനെ ഏത് സ്ഥലങ്ങളൊക്കെ പറയണം, അവിടെയൊക്കെ സ്ഥിരം മത്സരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ തന്നെ മത്സരിക്കും. അതിപ്പോൾ ഏത് ആൾ വന്നിട്ടും കാര്യമില്ല, അതിപ്പോൾ ഏത് എന്താ പറയുക പുതിയ ആൾ വന്നിട്ടും കാര്യമില്ല, ഏത് എന്താ പറയുക ടെക്നോക്രാറ്റ് വന്നിട്ടും കാര്യമില്ല, ഒന്നും തിരുത്താൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാലും രാജീവ് ചന്ദ്രശേഖർ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായി മാറി. വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എല്ലാം മാറ്റിമറിക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനത്തെ ഒന്നും നടന്നില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് മറ്റൊരു സുരേന്ദ്രനായി മാറിയെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് പുള്ളിക്കാരൻ ഈ പറഞ്ഞ സിസ്റ്റം, എക്സിസ്റ്റിംഗ് സിസ്റ്റവുമായിട്ട് അങ്ങ് അഡാപ്റ്റ് ആയിപ്പോയി. അപ്പോൾ അതിലുള്ള ഏറ്റവും വലിയ ദുരന്തം ജീവൻ പൊലിയുന്നു എന്നതാണ്. ഈ സാധാരണ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിന് യോജിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റ് പാർട്ടികളിലൊക്കെ താങ്കൾ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും എങ്കിൽ പോലും ഈ പറഞ്ഞ രീതിയിലുള്ള ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഇതാ ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നു. തിരുമല അനിലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്? ചോദ്യങ്ങളോട് എങ്ങനെയാണ് ആ പാർട്ടി പ്രതികരിച്ചത്? ഇതാ ഇപ്പോൾ ഈ ആനന്ദിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ശാലിനിയുടെ കാര്യത്തിൽ ആത്മഹത്യാ ശ്രമം വന്നപ്പോൾ നേതാക്കൾ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് നോക്കുക, അവർ സ്ഥാനാർത്ഥിയാകേണ്ടതായിരുന്നു എന്നാണ്, എന്തോ അതായില്ല. ഇതൊക്കെ അവിടെ അപ്പോൾ ഗ്രൂപ്പിൻ്റെ പ്രശ്നമാണ്. രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടും കാര്യങ്ങൾ മാറുന്നില്ല എന്നല്ല, വലിയ രീതിയിൽ അത് അഗ്രവേറ്റ് ചെയ്തിരിക്കുന്നു, അതല്ലേ പറയേണ്ടത്? അല്ല, രാജീവ് ചന്ദ്രശേഖർ എന്നല്ല, ഇവിടെ ഇപ്പം സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ വന്നിട്ട് സംസ്ഥാന അധ്യക്ഷനാവുകയാണെങ്കിൽ പോലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടത് മറ്റൊരു രീതിയിലാണ്. കാരണം ഇതൊരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിൻ്റെ ഭാഗമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഇതിനു മുമ്പും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ഇത് വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. ഇതിനു മുമ്പും ഇങ്ങനത്തെ പല ഭീഷണികളും വന്നിട്ടുണ്ട്, ആത്മഹത്യാ ഭീഷണികൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കരിവാരിത്തേക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. BJPയെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ആളുകൾക്ക് ഇത്രയധികം പ്രതീക്ഷ കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത്രയധികം ഒരു ഓർഗനൈസേഷനുമായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് എങ്ങനെ എത്തുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു ഫുൾ ടൈം ഓക്യുപ്പേഷനായിട്ട് ഞാൻ കാണുന്നില്ല. അൺലെസ് യു ആർ എൻ ഇലക്റ്റഡ് മെമ്പർ, MLA MP അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കാണാം. പക്ഷേ നിങ്ങളുടെ ഇൻകമിൻ്റെ ഒരു സോഴ്സായി കണ്ടുകൊണ്ടാണ് നിങ്ങളിതിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും, BJPക്കാരായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, കാരണം ഇവരൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ഫിനാൻഷ്യൽ എന്താ പറയുക ഒരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി ആണെങ്കിൽ
പൊളിറ്റിക്സ് ഇസ് നോട്ട് ദ ഫീൽഡ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ എത്രയോ കാലം, ഞാൻ ഇപ്പോൾ 2015 എന്നെ നരേന്ദ്രമോദി ആദരിച്ചത്. അന്ന് മുതൽക്ക് ഞാൻ ആക്റ്റീവായിട്ട് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ഡിസ്കഷൻസിലൊക്കെ തന്നെ ഉണ്ട്. ഞാൻ മൈഗവിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും ചെന്നിട്ട് പല ആളുകളുടെയും പ്രശ്നത്തിൽ ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ ഒരു ജോലി അവിടെ വെച്ചുകൊണ്ടാണ്. അപ്പം ഈ പൊളിറ്റിക്സിനെ ഒരു സ്ഥിരം വരുമാനം. പക്ഷേ ഇതാ നോക്കുക, ഈ തിരുമല അനിലാണെങ്കിലും ആനന്ദ് കെ തമ്പിയാണെങ്കിലും അല്ലെങ്കിൽ പീഡനത്തിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്ത RSSൽ പ്രവർത്തിച്ചിരുന്ന ആൾ, RSSനെ കുറിച്ച് അവസാനം അദ്ദേഹം എന്താണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞതെന്നൊക്കെ നമ്മൾ കേട്ടാണ്. ഇവരൊക്കെ ആണെങ്കിലും ഇവരൊന്നും സാമ്പത്തികമായി ലാഭം മോഹിച്ച് ഇതിലേക്ക് കടന്നു വന്നവരായി നമുക്ക് കാണാൻ പറ്റില്ല. അവരൊക്കെ അല്ല, സാമ്പത്തികം എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. സാമ്പത്തികം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പല ആളുകൾക്കും പല ലക്ഷ്യങ്ങളാണ്. ചില ആളുകൾക്ക് അധികാരമായിരിക്കാം, ചില ആളുകൾക്ക് സാമ്പത്തികമായിരിക്കാം, ചില ആളുകൾക്ക് മറ്റ് പലതുമായിരിക്കാം. പക്ഷേ ഇത്രയധികം ഒരു ഓർഗനൈസേഷനുമായി നിങ്ങൾ അറ്റാച്ച്ഡ് ആണ്. ഇപ്പം ഞാൻ താങ്കളോട് ഒരു ഉദാഹരണം ചോദിക്കട്ടെ. കൈരളിയിൽ താങ്കളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ എനിക്കറിയില്ല. എന്താ ന്യൂസ് എഡിറ്റർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ന്യൂസ് ആങ്കർ ആയിട്ട് കണ്ടാൽ മതി ഈ പരിപാടി. ഓക്കെ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രൊമോഷൻ എന്തായിരിക്കും? അല്ല, സാധാരണ രീതിയിൽ എഡിറ്റർ ഉണ്ടാവും, സാധാരണ ഡെപ്യൂട്ടി എഡിറ്റർ ഉണ്ടാവും, അതിന് മുകളിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഉണ്ടാവും, അതിന് മുകളിലേക്ക് ഡയറക്ടർ ഉണ്ടാവും. അതെ. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ലെവലിലേക്ക് എത്തിയില്ല. താങ്കളുടെ ഏതൊരു കലീഗാണ് ആ ഒരു ലെവലിലേക്ക് എത്തുന്നെങ്കിൽ താങ്കൾ പോയിട്ട് ആത്മഹത്യ ചെയ്യൂ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ താങ്കൾ അങ്ങനെ ചെയ്താൽ കൈരളി നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? തൊഴിൽ നിയമങ്ങളുണ്ട്. ആ തൊഴിലിന്റെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു നിയമമുണ്ട്. അതനുസരിച്ച് കൃത്യമായി അവിടെ നമ്മുടെ പെർഫോമൻസുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ഉണ്ടാകും. അതില്ലെങ്കിൽ നമുക്ക് അതിനുള്ള വേദികളിൽ അത് പരാതിപ്പെടാം. അതനുസരിച്ച് കൃത്യമായി നടക്കും. ഇത് പാർട്ടിയിൽ പക്ഷേ അങ്ങനെ നടക്കുന്നില്ല, BJPയിൽ അങ്ങനെ നടക്കുന്നില്ല. ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പോൾ അങ്ങനെ പെർഫോമൻസ് ബേസ്ഡ് ഒരു ലെവലിൽ അവർക്ക് എത്രത്തോളം അത് ബോധ്യപ്പെടുന്നു, അവരുടെ പെർഫോമൻസ് പോരായിരുന്നു എന്ന കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ടോ ഈ പാർട്ടി, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനി ഒരു അവസരം ഞങ്ങൾ മുന്നോട്ട് തരാം, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ഈ പാർട്ടി, ഏത് പാർട്ടിയാണെങ്കിലും BJP ആയിക്കോട്ടെ മറ്റേത് പാർട്ടി ആയിക്കോട്ടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിസിലാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ മത്സരിക്കാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നതെങ്കിൽ ആ പെർഫോമൻസിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ള അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നത് ഏതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ശരി, അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ നോക്കുക, BJPയിൽ ഇപ്പോൾ അടുത്തിടെയായി ആത്മഹത്യകൾ കൂടുന്നത് കൊണ്ടാണ് നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ പലയിടത്തും നമുക്ക് എല്ലാ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകർക്കും എല്ലാ സ്ഥാനങ്ങളും നമുക്ക് നൽകി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അത് പ്രവർത്തകർക്കും അറിയാം. പക്ഷേ BJPയിൽ അത് ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അവിടെ നേതൃത്വം പറയുന്നത് നോക്കുക. ഇന്നത്തെ ദിവസം ഈ ആനന്ദ് കെ തമ്പിയുടെ കാര്യത്തെക്കുറിച്ച് BJPയുടെ സമുന്നത നേതാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനോട് ചോദിച്ചപ്പോൾ അയാളുടെ മാനസിക വിഭ്രാന്തിയാണ് ഇത് എന്നാണ് ഗോപാലകൃഷ്ണൻ്റെ മറുപടി. അപ്പോൾ ഇതൊക്കെയാണ് ആ പാർട്ടിയുടെ നേതൃത്വം ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് കണ്ടുവച്ചിരിക്കുന്ന വിശേഷണങ്ങൾ. അത് ആനന്ദ് കെ തമ്പിയുടെ കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനിൽ തിരുമല ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ട് എത്ര ദിവസമായെന്ന് നമുക്കറിയാം. ഇവരൊക്കെ സാമ്പത്തിക ലാഭം മോഹിച്ച പാർട്ടിയിലേക്ക് വന്നവരാണോ എന്നുള്ളത് നമുക്ക് അങ്ങനെ മാനസിക വിഭ്രാന്തി കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ ആളുകളൊന്നും അങ്ങനെ അതിനോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിന് അങ്ങനെ വിശേഷിപ്പിച്ച് ഈ കാര്യത്തെ ഇപ്പോൾ ഒഴിവാക്കാൻ തോന്നുന്നത്? നോക്കൂ, ഇവിടെ BJPയുടെ നേതൃത്വം മാത്രമല്ല, BJPക്ക് വേണ്ടി ഇന്നിപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്ത് പോലും തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് ഈ ആത്മഹത്യയെന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ തെറ്റാണ്. ഒരാളെ മാനസികമായി ടോർച്ചർ ചെയ്ത് മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് കേവലം ആത്മഹത്യ എന്ന പദം കൊണ്ട് നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നത് തെറ്റാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ ആത്മഹത്യാ കുറിപ്പിനകത്തും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെയുള്ള ഫോൺ കമ്മ്യൂണിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥാനാർത്ഥിയായി BJPയുടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ മത്സരിക്കാനൊരുങ്ങിയ ആനന്ദ് കെ തമ്പിയെ പോലുള്ള ആളിന് ജീവൻ വെടിയേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനു മുമ്പ് നടത്തിയ ഫോൺ സംഭാഷണത്തിനകത്ത് എൻ്റെ മേൽ ഒരുപാട് വലിയ നിലയിലുള്ള കമ്പൽഷനുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അദ്ദേഹത്തെ ആരാണ് മാനസികമായി പീഡിപ്പിച്ചത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ മനസ്സ് ശരിയല്ലാത്ത ഒരാളാണ് എന്ന് അങ്ങേയറ്റം നരാധമ മനസ്സുള്ള BJPയുടെ ലീഡർഷിപ്പ്
വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പ്രസ്താവിക്കുന്നത്. ഇന്നലെ വരെ തങ്ങളോടൊപ്പം നിന്ന് കൊടി ഉയർത്താൻ, തങ്ങളോടൊപ്പം നിന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ, തങ്ങളോടൊപ്പം നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ, ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകാനുണ്ടായിരുന്ന ഒരു പ്രവർത്തകനെ സംബന്ധിച്ചാണ് ഈ രൂപത്തിൽ ലക്കും ലഗാനുമില്ലാതെ യാതൊരുവിധ മനസ്താപവുമില്ലാതെ BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പിൽ തന്നെ അറിയപ്പെടുന്ന നേതാക്കന്മാർ ഈ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇവർ ഈ ജനതയെ, കേരളത്തിൽ അവരെ കേൾക്കുന്ന ജനതയെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം എന്താണ് എഴുതിയിരുന്നത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എത്രമാത്രം ഈ പ്രസ്ഥാനത്തെ വെറുക്കുന്നു എന്നതിന് അടിവരയിട്ട് സൂചിപ്പിക്കുന്ന നിലയിൽ തൻ്റെ മൃതശരീരം ഒരു RSSകാരനെയോ BJPക്കാരനെയോ കാണിക്കരുത് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അവരെ പ്രൊവോക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇനി അദ്ദേഹം BJP അല്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് BJPയിൽ വിശ്വസിക്കുന്ന അവരുടെ നേതൃത്വത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അവരത് വളരെ കൃത്യമായി പാലിക്കുകയാണ്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ആടിനെ പട്ടിയാക്കി പിന്നീട് പേപ്പട്ടി എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന നയം ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലാണ് നടത്തുന്നത്. നിങ്ങൾ നോക്കൂ, ഇതുമാത്രമല്ല, തിരുമലയിൽ അവിടെ കൗൺസിലറായിരുന്ന ശ്രീ അനിൽ, അദ്ദേഹത്തിൻ്റെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രശ്നത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതിനകത്ത് വളരെ കൃത്യമായി അദ്ദേഹം BJPയുടെ ലീഡർഷിപ്പിനെ സമീപിച്ചു. സ്റ്റേറ്റ് നേതാക്കന്മാരടക്കമുള്ള ആളുകൾ തൻ്റെ സഹകരണ സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുത്തിരിക്കുകയാണ്. ആ ലോൺ തിരിച്ചടപ്പിക്കുന്നതിന് വേണ്ടി, തൽക്കാലം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. അത് ചെവിക്കൊള്ളാൻ ഈ കള്ള സംഘം തയ്യാറായിട്ടില്ല. അതിൻ്റെ പ്രതിഫലനം എന്നോണമാണ് അദ്ദേഹത്തിന് സ്വജീവൻ വെടിയേണ്ടി വന്നത്. ഇതിനെ മറച്ചു വെക്കുകയാണ്. ഇതിനെ മറച്ചു വെക്കിട്ട് ഉത്സവപ്പറമ്പിൽ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടോടുന്ന പെരുങ്കള്ളന്മാരെ അനുസ്മരിപ്പിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് BJPയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ഈ ആത്മഹത്യയുടെ മോട്ടീവിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വാദഗതി പറഞ്ഞാൽ നമുക്കതിനെ അംഗീകരിക്കാം. ഇതാണോ നടക്കുന്നത്? BJPയുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉന്നതമായ ലീഡർഷിപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതുകൊണ്ട് ജനങ്ങളെ വളരെ വക്രീകരിക്കുന്ന നിലയിൽ, ജനങ്ങളുടെ സ്ഥിരബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. ഇവരെ പിടിച്ചുകെട്ടാൻ ആരുമില്ലേ? ഇവരുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരെ പറ്റിക്കാനാണ്? ഇന്നലെ വരെ നിങ്ങളോടൊപ്പം നിലകൊണ്ടിരുന്ന ഒരു നേതാവാണ് ഇന്നിപ്പോൾ മരണത്തിന് വേണ്ടി കീഴടങ്ങി അദ്ദേഹത്തിൻ്റെ സ്വജീവൻ ബലിയർപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതെന്ത് പറഞ്ഞാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാനുള്ളത്? അനിൽ മാത്രമാണോ? ആനന്ദ് കെ തമ്പി മാത്രമാണോ? അനന്തു എന്ന് പറയുന്ന ഒരു കോട്ടയം സ്വദേശി, അദ്ദേഹം ആത്മഹത്യ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഈ മാധ്യമങ്ങൾ കുടുംബത്തോടു കൂടി ഇരുന്ന് കാണുന്നത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോലും പോകാൻ കഴിയാത്ത നിലയിലാണ്. RSS ശാഖകളിൽ, അവരുടെ ക്യാമ്പുകളിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി തൻ്റെ വീഡിയോ ക്ലിപ്പടക്കം തയ്യാറായിട്ടാണ് ആ കൗമാരക്കാരനായ ആള് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഈ രൂപത്തിൽ വളരെ ഭീകരമായിട്ടുള്ളൊരു സംഘടനയായി ഈ പ്രസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നെടുമങ്ങാട് ഇന്നിപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ശാലിനി എന്ന് പറയുന്ന ഒരു അവരുടെ പ്രവർത്തക ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ടമായി ഇവർക്ക് കഴിയില്ല. MS കുമാർ എന്താണ് ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കുറിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. ഞാനും ആത്മഹത്യയുടെ വക്കീലാണെന്ന് അദ്ദേഹം പറഞ്ഞതും ഞാൻ അതിലേക്കാണ് വരുന്നത്. ശ്രീ MS കുമാർ BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പിനെ സമീപിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, സംസ്ഥാന ലീഡർഷിപ്പ് നിലനിൽക്കുന്ന ആളുകൾ എടുത്തുകൊണ്ട് പോയ ലോൺ തുക അതടച്ചാൽ ഈ ബാങ്കിന് ഇപ്പോൾ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്പമെങ്കിലും അത് ചെവിക്കൊള്ളാൻ തയ്യാറാവണ്ടേ? ആ ലീഡർഷിപ്പിനെ വിളിച്ചു വരുത്തി നിങ്ങൾ ബാങ്കിൽ നിന്നും ആ സഹകരണ സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ താൽക്കാലിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി നിങ്ങളെടുത്ത തുക തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. നിങ്ങൾ നോക്കൂ, ഈ ബാങ്ക് ഭരണസമിതിയെ, ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ വിശ്വസിച്ചാണ് അവിടെ ആളുകൾ അവരുടെ എല്ലാമായിട്ടുള്ള സ്വത്തും അവരുടെ വരുമാനവും ഒക്കെ അതിനകത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡെപ്പോസിറ്റ് തുകയാണ് ലോൺ രൂപത്തിൽ വലിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ നല്ല വേഷവിധാനം നടത്തി BJP നേതാക്കന്മാരായി ഞെളിഞ്ഞ് നടന്ന് ഈ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് ആത്മഹത്യ ചെയ്യുന്ന പ്രവർത്തകൻ്റെ മനോനില തകരാറിലാണെന്ന് പറയാൻ യാതൊരുവിധ മടിയും കാണിക്കാത്ത രക്തരക്ഷസുകളായി ഈ ആളുകൾ മാറുന്നത്. ഇവരെങ്ങോട്ടാണ് ഈ നാടിനെ നയിക്കുന്നത്? എന്നിട്ട് ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കള്ളക്കഥകൾ തുടർച്ചയായി വന്നു നിന്ന് പ്രചരിപ്പിക്കുകയാണ്. പിണറായി മോശമാണ്, വാസവൻ മോശമാണ്, രാജീവ് മോശമാണെന്ന് പറഞ്ഞ് കേരളത്തിലെ മന്ത്രിമാരെയും MLA-മാരെയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ലീഡർഷിപ്പിനെയും മോശപ്പെടുത്താൻ വേണ്ടി ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ സത്യമായി തീരുമെന്ന ഗീവൽസിൻ്റെ തന്ത്രം നാട്ടിലുടനീളം പ്രചരിപ്പിക്കുന്ന ഈ ആളുകളുടെ ശരിക്കുള്ള
സ്വഭാവം എന്താണ്, അവരുടെ ശരിക്കുള്ള പെരുമാറ്റ രീതി എന്താണെന്ന് അടിക്കടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആത്മഹത്യ ചെയ്ത ആളുകളെ സംബന്ധിച്ച് വളരെ മോശപ്പെടുത്തുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന BJP പ്രതിനിധിയും പറയുന്നത് ഇവർക്ക് മാനസികമായി ധൈര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. പ്രിയപ്പെട്ട സുഹൃത്തെ, മാനസികമായിട്ടുള്ള ധൈര്യം കൊടുക്കേണ്ട ഇടപെടലല്ല ഉണ്ടാകേണ്ടത്. അവരകപ്പെട്ടിരിക്കുന്നത്, ഇപ്പോൾ ഒരാൾ സ്ഥാനാർത്ഥിയാകാൻ ഒന്നിൽ കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്നതിൽ നമുക്ക് അതിശയോക്തിയൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി പറഞ്ഞ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. ഇനി ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്, ഒരാൾ സ്വന്തം പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്ന് മാനിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവിടെ ഭീഷണിപ്പെടുത്തി അയാളെ സ്വയം മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അയാളുടെ മരണകാരണം മറ്റെന്തോ അല്ലാണ് സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഇതിനേക്കാൾ തെറ്റായ മനോനില വച്ചു പുലർത്തുന്ന ആളാണെന്ന് പറയേണ്ടി വരും. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. തിരുത്തപ്പെടാൻ സ്വന്തം പാർട്ടിയിലാണെങ്കിൽ പോലും അഭിപ്രായം തുറന്നു പറയാൻ തയ്യാറാകണം. അതല്ലാതെ മരണകാരണത്തിന് വേണ്ടി പാഴൂർ പടിപ്പര വരെ പോയി മറ്റ് തെളിവുകൾ നിരത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഈ മരണത്തിന് ഉത്തരവാദികളെ സംരക്ഷിക്കുന്നവർ മാത്രമല്ല, അതിന് മുൻനിരയിൽ കൂട്ടുനിൽക്കുന്നയാളായി ഭാവിയിൽ ചിത്രീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതുകൂടെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ശരി, ഞാൻ വരാം സുരേഷ് കുമാർ, ഞാൻ വരാം. മിഥുന് മറുപടി ഉണ്ടാകും, പക്ഷേ ഞാൻ ഇതിലേക്ക് അടുത്ത ടേണിൽ വരാം. ഇപ്പോൾ ശ്രീ M. ജയചന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ, നോക്കുക, ഈ മരണപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ അവരുടെ മനോനില എന്താണെന്നുള്ളത് ചോദ്യം ചെയ്യുകയും അത് പരിശോധിക്കുകയും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഇപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്ന BJP നേതൃത്വത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ MS കുമാറിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അവരൊക്കെ ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട ആളുകളും ഒരുപാട് പ്രവർത്തിക്കേണ്ട ആളുകളുമാണ്. ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും നമുക്ക് അവരെ ഒന്നും തള്ളിക്കളയാൻ സാധിക്കില്ല, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്നിട്ടും ഈ BJPയുടെ നേതൃത്വത്തിന് ഇതൊരു പ്രശ്നമായി തോന്നുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരുമൊക്കെയാണ് പ്രശ്നക്കാരായി രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്നത്. എന്താണ് പാർട്ടിക്ക് BJPക്ക് വന്നുപെട്ടിരിക്കുന്ന പ്രശ്നം? ഡോക്ടർ ലാൽ, അതിനു മുമ്പ് എനിക്ക് പലപ്പോഴും ഈ ചോദ്യവും മറ്റുള്ള സംഭാഷണവും ഒക്കെ കേൾക്കുന്നതിന് സ്വല്പം അത്ര ഓഡിബിൾ അല്ല. അതൊന്ന് PCR പറയണേ. ശരി, കേൾക്കുന്നുണ്ടല്ലോ? ശരി, താങ്കൾ പറഞ്ഞോളൂ. ഇവിടെ ഈ വിഷയത്തിൽ എന്നല്ല, BJP ഇന്ന് നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നത്തിന്റെ തുടക്കം കൂടിയായി ഇത് മാറുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJP പരിപൂർണമായി കോർപ്പറേറ്റൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് BJP എന്ന പാർട്ടി കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അത് കേരളം അതിനെ അങ്ങനെ അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ അകത്ത് വലിയ പ്രശ്നമാണത്. അദ്ദേഹത്തിന് ഒരു കോട്ടറി, ഒരു സ്വന്തം ഒരു വലയമുണ്ട്. ആ വലയത്തിന്റെ അകത്ത് നിന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളല്ലാതെ എന്താണ് കേരളത്തിലെ പൊളിറ്റിക്കൽ റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളത് അറിയാൻ വയ്യാത്ത ഒരു BJP അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് മറ്റാരുമല്ല, BJPയിലെ കേരളത്തിലെ ഇരുത്തമൊന്നും നേതാക്കളാണെന്നേ. ഇന്നും കൂടെ താങ്കളെ വിളിച്ചതിന് ശേഷം ഞാൻ പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ചിലരുമായിട്ടൊക്കെ, എല്ലാവരുമായിട്ടല്ല, എല്ലാവരും എന്നോട് ഈ ഒരു അനുഭവമാണ് ആദ്യം ഷെയർ ചെയ്യുന്നത്. ഇതാണ് BJPയിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ആനന്ദിനെ കുറിച്ച് പറയുമ്പോൾ, ആനന്ദ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തി അംഗീകരിക്കേണ്ടതുണ്ട്. ഒരു വെൽ ട്രെയിൻഡ് RSS കേഡറാണ് ഈ ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി. ഒരു വെൽ ട്രെയിൻഡ് RSS കേഡർ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നറിയാത്തവരാണോ കേരളത്തിലുള്ള? പ്രത്യേകിച്ചും ഇതുപോലെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളെ പോലുള്ള മികച്ച ആളുകൾ പലരും പങ്കെടുക്കുന്നുണ്ടല്ലോ, അവരൊക്കെയും എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് RSS കേഡർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് രണ്ട് രൂപത്തിൽ. ഒന്ന്, സുരേഷ് 2 ദിവസം മുമ്പും ഗോപാലകൃഷ്ണൻ ഇന്നും ചൂണ്ടിക്കാണിച്ചത്, ഇവരാരും BJPക്കാരൊന്നും അല്ല, RSSകാരും അല്ല. എത്ര അനായാസമായിട്ടാണ് ഇതിനെ പറയാൻ കഴിയുന്നത്. അപ്പൊ എന്നോടൊരു നേതാവിന് ചോദിച്ചത്, ഞാൻ ആരാണെന്ന് താങ്കൾക്കറിയാമല്ലോ എത്രയോ വർഷങ്ങളായിട്ട്. അപ്പോ ഞാൻ ആരാണെന്ന് ചോദിക്കുകയാണ് ഒരാള്, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളല്ലെന്ന് പറയുകയാണ് ഒരു നേതാവ്. അദ്ദേഹവും ഇരുത്തമെന്ന നേതാവായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ നടക്കുന്നത്. മറ്റൊന്ന്, ഈ ലോകത്ത്, നമ്മുടെ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഒരു മെമ്പർഷിപ്പും ഇല്ലാതെ
ചിട്ടയായ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമേ എൻ്റെ അറിവിലും ബോധ്യത്തിലും ഉള്ളൂ. അതിൻ്റെ പേര് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നാണ്. അവിടെ പ്രവർത്തിക്കുന്നവർക്ക് മെമ്പർഷിപ്പ് ഇല്ല. 4 രൂപ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുമില്ല. അവിടെ മെമ്പർമാരില്ല, മെമ്പർഷിപ്പ് ഫീ ഇല്ല. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ പേരിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ പേരിൽ ഏതെങ്കിലും വസ്തുവകകളോ ഒന്നുമില്ല. അതൊക്കെ നിരവധി ട്രസ്റ്റുകളുടെ പേരിലാണ്. 80-85 ട്രസ്റ്റുകളുണ്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ. അവരുടെ പേരിലാണ് അടക്കമുള്ളത്. എല്ലാം അങ്ങനെയാണ് നിൽക്കുന്നത്. അവിടെ ഇപ്പൊ അവരുടെ ഏറ്റവും വലിയ സർസംഘചാലക് മോഹൻ ഭാഗവത്, അദ്ദേഹം അടക്കം, നരേന്ദ്രമോദി അടക്കം, പിന്നെ ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം, JP നദ്ദ ദേശീയ അധ്യക്ഷൻ അടക്കം ഒരാൾക്കും RSS മെമ്പർഷിപ്പ് ഇല്ലാന്ന്. അപ്പോൾ ഇയാൾ RSSകാരനല്ല ആനന്ദെന്ന് പറയാൻ ഒരു നിമിഷം മതി തള്ളി പറയാൻ. കാര്യം മെമ്പർഷിപ്പ് ഇല്ലാതെ ഏതെങ്കിലും സംഘങ്ങളിൽ ആരെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഇത് മോഹൻ ഭാഗവത് തെളിയിക്കാൻ കഴിയില്ലല്ലോ, പ്രധാനമന്ത്രി മോദിക്ക് കഴിയില്ലല്ലോ, പിന്നെയല്ലേ ഒരു പാവപ്പെട്ട ആനന്ദിന്. അതൊരു വശം. ആ ഒരു വശം നിൽക്കുമ്പോൾ തന്നെ മറുവശം എന്താണ് ഡോക്ടർ ലാൽ? ഈ ഇത്തവണ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വാർഡുകളിലും BJP സ്ഥാനാർത്ഥികൾ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചവരാണ്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണല്ലോ. അപ്പൊ ഈ സാധാരണ ഈ ആനന്ദിനെ പോലെയൊക്കെയുള്ള, ആനന്ദൊക്കെ ഞാൻ പറഞ്ഞില്ലേ വെൽട്രെയിൻഡ് RSS കേഡറാണ്, കുറെ കാലം കോഴിക്കോട് അടക്കം ഉണ്ടായിരുന്ന ആളുമാണ്. അപ്പോ ഇവർക്കൊക്കെ പിന്നെ സ്വാഭാവികമല്ലേ ഇത്തരം മോഹങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അതിലെന്തെങ്കിലും ഒരു അപാകത, അനൗചിത്യമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇതൊക്കെയാണ് പ്രതീക്ഷിക്കാനുള്ളൂ ജീവിതത്തിൽ. ഒരു കൗൺസിലർ ആവുക, പഞ്ചായത്ത് മെമ്പറാവുക, പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ മോഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതാണല്ലോ ജലജയുടെയും പ്രശ്നമായിട്ട് ആത്മഹത്യ ചെയ്ത സഹോദരി മരിച്ചില്ല, പിന്നെ വലിയ സന്തോഷം, മരിച്ചില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അവർക്ക് അതിലേക്ക് പോകേണ്ടി വന്നു. ആനന്ദ് സ്വയം ജീവനൊടുക്കി. അനിലാണെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ഏതെങ്കിലും ഒരു BJP നേതാവിന് ഒരു ധാർമ്മികതയുടെ കണികയെങ്കിലും, എന്തെങ്കിലും നഖത്തിന്റെ നീളം പോലെയുള്ള ധാർമ്മികത ഒരു BJP നേതാവിന് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ആരെങ്കിലും അതൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഈ ജീവിതത്തിൽ RSSൽ പ്രവർത്തിച്ചാൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്ന ആള് RSSലും ഇല്ല, BJPയിലും ഇല്ലെന്ന് പരസ്യമായി പറയുന്ന ആരാണ്? ഇതിന് BJP നേതാക്കളാണെന്ന്. അവരെല്ലാം RSSകാരായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കുറെ കാലമായിട്ട്. പിന്നീട് BJP ആയിട്ട് മാറുന്നു. ഇപ്പൊ ഒരുത്തൻ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്, RSSൽ പ്രവർത്തിച്ചാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റെനിക്ക് സംഭവിച്ചത്, അതുകൊണ്ടാണ് എനിക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നതെന്ന് എഴുതി വെക്കുകയാണ്. അയാളോട് ഒരു അനുതാപം പ്രകടിപ്പിക്കാനായിട്ട് ഈ BJPയുടെ RSSന്റെയോ പരിവാറിന്റെ നിരവധി സംഘടന, ഞാൻ പറഞ്ഞ 85ഓളം സംഘടനകൾ കേരളത്തിൽ അവരൊക്കെ തന്നെ 80 സംഘടനകളുണ്ട് കേട്ടോ. ഒരാൾക്കെങ്കിലും അതൊരു ധാർമ്മിക ബോധം, എന്തൊക്കെ പ്രസംഗങ്ങളാണ് ഇവര് പിന്നെ BJPയെ ബന്ധപ്പെട്ട് ഓരോ ഇഷ്യൂവിൽ നടത്തുന്നത്. അത്തരത്തിൽ പിന്നെ അധാർമികതയുടെ കൊടുമുടി കയറി നിൽക്കുന്ന ആൾക്കാരായി, അത്തരം പിന്നെ എന്താണ് ഈ അതിക്രൂരമായ മനസ്ഥിതിയുള്ളവരെ മാറിയിരിക്കുകയാണ് ഈ സംഘപരിവാറുകാരും അവരുടെ ഈ BJP അടക്കമുള്ള പ്രകൃതികളും എന്ന് തന്നെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മൾ ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. കേരള ജനതയുടെ ബോധ്യത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി, ദിവസങ്ങളായി, അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളിലുമായി, അനുനിമിഷം എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് മറ്റാരും കൊണ്ടുവരുന്നതല്ല. ആ പാർട്ടി എങ്ങനെയാണ് അന്യവൽക്കരിക്കപ്പെടുന്നത് സ്വന്തം അണികളിൽ നിന്ന് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് തന്നെയാണ് ഇത് നമ്മൾ കാണേണ്ടത്. ശരി, അതായത് പാർട്ടിയിലെ അംഗങ്ങളുമായി നല്ല ബന്ധം ഉണ്ടായിരിക്കണം. അവർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്നുള്ളത് പാർട്ടി നേതൃത്വം അറിയണം. അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ തള്ളിപ്പറയുക, അത് കഴിഞ്ഞിട്ട് അവർക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് കളിയാക്കുക, ഇതൊക്കെ അല്ല സംഭവിക്കേണ്ടതെന്നാണ്. ശ്രീ പെരിങ്ങമല അജി, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇത് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിനകത്ത് രാഷ്ട്രീയം ഒന്നും പറഞ്ഞില്ല. എന്താണ് ഇതുപോലുള്ള ആളുകൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക് ഈ BJPയിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടെയാണല്ലോ ഈ ആത്മഹത്യ ഉണ്ടാകുന്നത്. അതാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ രാഷ്ട്രീയം പറയാതിരിക്കാനും പറ്റില്ല. ആ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ള നേതാക്കൾ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടില്ല. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയോ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ തള്ളിപ്പറയുകയോ അവരുടെ രാഷ്ട്രീയം പറയുകയോ ആണ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ. അത് ഈ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഉടനെ ഉണ്ടാകേണ്ട
എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ ഈ നേതൃത്വം ഔദ്യോഗികമായി ഈ മരണങ്ങളെക്കുറിച്ച് പ്രതികരിക്കണം, നിഷേധിക്കാതെയെങ്കിലും ഇരിക്കുകയാണല്ലോ, അതെങ്കിലും ഉണ്ടാകണം എന്ന്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടതാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ഈ അടുത്ത ദിവസമാണ് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഉദ്ദേശം ഒരു 40 വയസ്സിനകത്ത് വരുന്നൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അത്രയും അദ്ദേഹത്തിൻ്റെ യൗവനം മുഴുവനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. അപ്പം ഈ പറയുന്ന ആരായിരുന്നാലും തള്ളിപ്പറയാതെ അദ്ദേഹത്തിനോടൊപ്പം ഈ ഘട്ടത്ത് ഈ സമയത്ത് ചേർന്ന് നിൽക്കേണ്ടതാണ്. അതിനുശേഷം എന്താണെന്നുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളോ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം അദ്ദേഹം തന്നെ സ്വയം പറയുന്നു, ഞാൻ ഇന്ന പാർട്ടിയുടെ പ്രവർത്തകനാണ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഈ ദിവസം മുതൽ അല്ലെങ്കിൽ 2 ദിവസത്തിന് മുന്നേ വരെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാൻ പോയിട്ടില്ല, എൻ്റെ പ്രസ്ഥാനം BJP ആണ്, ആ BJPയെ വിശ്വസിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. ആ പറഞ്ഞ വാക്കാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ഒരു തള്ളിപ്പറയുന്നതിനപ്പുറം ഈ സമയത്ത് അദ്ദേഹം മുൻകാലങ്ങളിൽ പാർട്ടിക്കൊപ്പം നിന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്ന് ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനത്തിന് ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ധാരാളം പ്രവർത്തകർ BJP വിട്ട് മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതിൽ മനന്നൊന്ത് ഒക്കെ നേതൃത്വം പറയുന്ന വാക്കുകളാണ് ഈ പറഞ്ഞ ഇവർ BJPക്കാരേ അല്ല, അല്ലെങ്കിൽ ഇവർക്ക് ഈ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാന്നുള്ളൂ. ഇപ്പോൾ ആനന്ദ് കെ തമ്പി ശിവസേനയിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഇയാൾ BJPയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളെന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും ശിവസേനയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾ BJPക്കകത്ത് കാണുമല്ലോ. അങ്ങനെയുള്ള ആളുകളോട് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ എന്താണ് ആനന്ദ് കെ തമ്പിക്ക് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നീളുന്നത് അവിടെയൊക്കെയാണ്. നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അതിനുള്ള കാരണം ഒന്നുകിൽ വന്ന പാർട്ടിയിൽ പ്രശ്നം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എവിടെ നിന്നാണോ വന്നത് അവിടെ ആയിരിക്കണം പ്രശ്നം, അവരുടെ ഭീഷണി ഉണ്ടായിരിക്കണം. ഇതിൽ എന്തെങ്കിലും ഒരു സംശയം ശിവസേനയ്ക്കുണ്ടോ? അല്ല, ഈ ആനന്ദ് കെ തമ്പിയുടെ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം പാർട്ടി വിട്ടു വന്നതാണ്. അതോടൊപ്പം തന്നെ അത് പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും BJP നിന്നായിരുന്നാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായിരുന്നാലും ഒക്കെ ചില സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള ഉത്തരവാദിത്തങ്ങളുടെ കിട്ടിയില്ല എന്ന പേരിൽ അല്ലെങ്കിൽ സീറ്റ് കൊടുത്തില്ല എന്നതിൻ്റെ പേരിലൊക്കെ ആൾക്കാർ പല രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറിപ്പോകാറുണ്ട്. അപ്പോഴൊക്കെ ചിലപ്പോൾ അവിടെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം മത്സരിക്കാറുണ്ട്. അപ്പോൾ ആ മത്സരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആനന്ദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുകയാണ്, അദ്ദേഹം വെള്ളിയാഴ്ച വരെ വളരെ സ്മാർട്ടായിട്ട് വളരെ ഊർജ്ജസ്വലനായിട്ട് നിന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഒരു നേതാവാണ്. അത് കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ ഉച്ചയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചോദ്യചിഹ്നം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് കുട്ടികളുമായിട്ട് പുറത്ത് പോയ സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വളരെ വളരെ പെട്ടെന്നാണ് ഈ മൂമെൻറ്റിലേക്ക് ആനന്ദ് പോയിരിക്കുന്നത്. അപ്പോൾ അത് പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അന്വേഷണത്തിൽ കൂടി കണ്ടെത്തുക. ഇതിനകത്ത് ആരെന്തു പറഞ്ഞു എന്നോ ഒക്കെ ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വരേണ്ടതാണ്. പക്ഷേ ഭീഷണിപ്പെടുത്തി എന്ന് അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നോ എന്നൊരു വാക്ക് നമ്മോട് ഈ യോഗത്തിൽ, അതായത് 13-ാം തീയതി വന്ന ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹം മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോഴും പൂർണ്ണമായിട്ടും ഈ നാളെ തിങ്കളാഴ്ച 17-ാം തീയതി കൺവെൻഷൻ ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നതാണ്. പക്ഷേ പെരിങ്ങമല അജി ഇപ്പോൾ BJPയിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് അത് വിട്ടു വന്നപ്പോൾ പ്രശ്നങ്ങളുണ്ടായില്ല. അദ്ദേഹം ശിവസേനയുമായി സംസാരിച്ചു, അവിടെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചു. അപ്പോഴും
നിങ്ങൾ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല, അവിടെ അദ്ദേഹം പറഞ്ഞതുമില്ല അത്തരം ഭീഷണിയുടെ കാര്യങ്ങളൊന്നും. പക്ഷേ അത് കഴിഞ്ഞ് 17-ാം തീയതി കൺവെൻഷൻ വെക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് ഇതാ ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നത്. മരണപ്പെട്ട ആളുകളുടെയൊക്കെ കുടുംബങ്ങൾ ഈ പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്കെതിരെയാണ് ഇതിനകം തന്നെ പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുമൊക്കെ. ഈ കാര്യത്തിൽ എവിടെയാണ് പ്രശ്നമെന്നുള്ളത് ഒന്നുകിൽ ശിവസേനയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ BJP ആണ് പറയേണ്ടത്. ശിവസേനയ്ക്ക് അക്കാര്യത്തിൽ ഈ ഇദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്ന് തള്ളിയിടണം എന്നൊരു വ്യാമോഹമൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ലല്ലോ. പക്ഷേ പിന്നെ എവിടെ നിന്നൊന്നും ചിന്തിക്കുമ്പോൾ എന്താണ്, രാഷ്ട്രീയമായും മറുപടി വേണം, അതിനകത്ത് നിയമപരമായി അന്വേഷിക്കുന്നവർക്കൊരു സഹായവും ഉണ്ടാകണം താങ്കളെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിൽ നിന്ന്. അല്ല, ഈ വിഷയത്തിൽ ആനന്ദിൻ്റെ അടുത്ത് ഞങ്ങൾ വളരെ വ്യക്തമായി സംസാരിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുവാനും ശിവസേനയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനും സ്ഥാനാർത്ഥിയാവാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടോ എന്ന് പല ഘട്ടങ്ങളിലും ആ യോഗത്തിൽ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പാർട്ടിയിലേക്ക് സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടി അദ്ദേഹം മുദ്രപത്രത്തിൽ എഴുതി തരാമെന്ന് വരെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ്. അതായത് ഇന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ മത്സരിക്കാൻ നിർത്തുന്നതിന് വേണ്ടിയിട്ട് അതുവരെ എഴുതി തന്ന് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ പിറ്റേ ദിവസം ഉണ്ടായ സംഭവത്തിനെക്കുറിച്ച് അതായത് അങ്ങനെയൊന്നും അദ്ദേഹം പോകില്ല ഇരിക്കുമെന്ന് BJP കരുതിയിട്ടുണ്ടാകുമോ? ഇനിയിപ്പോൾ മുദ്രപത്രത്തിൽ വരെ എഴുതി കൊടുത്ത് സ്ഥാനാർത്ഥിയാകുന്നു എന്ന് ഉറപ്പായപ്പോഴാണോ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ വന്നിരിക്കാൻ ഇടയുള്ളത്? നമ്മളിപ്പോൾ സംശയിക്കുക അല്ല, അക്കാര്യങ്ങൾ ഇനി ആനന്ദ് ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള വസ്തുത അല്ലെങ്കിൽ അക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങളുമായി പിന്നെ സംസാരിച്ചിട്ടില്ല. കാരണം സംസാരിക്കാൻ അത് കിട്ടിയിട്ടില്ല. ശരി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനായി ബന്ധപ്പെട്ട അദ്ദേഹം എന്നെ പറഞ്ഞതാണ്, അവിടെ തൃക്കണ്ണാപുരത്ത് മത്സരിക്കുമ്പോൾ അവിടെ ഭൂരിഭാഗം BJPയുടെ പ്രവർത്തകരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും അദ്ദേഹത്തിനെ നേരിട്ട് വിളിക്കാറുണ്ടെന്നും അതുകൊണ്ട് മത്സരിക്കാൻ നിൽക്കണമെന്നൊക്കെ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ശരി, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് മിഥുൻ, താങ്കൾ ഒരു മറുപടി നേരത്തെയും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ BJP ഈ കാര്യത്തിൽ എടുക്കേണ്ട നിലപാടിനെക്കുറിച്ച് വന്ന അഭിപ്രായങ്ങളോടുകൂടി പ്രതികരണം പെട്ടെന്ന്. നോക്കൂ, ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഒരു നിഷ്പക്ഷമായി തന്നെയാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ഏതെങ്കിലും പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ BJP എന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാറിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെന്തോ തേൻ പുരട്ടിയ വാക്കുകളായിട്ട് അദ്ദേഹത്തിന് തോന്നിയത്. അതിലെന്താണാവോ തേൻ പുരട്ടിയ വാക്കെന്ന് എനിക്കറിയില്ല. അതെന്തോ അദ്ദേഹത്തിൻ്റെ ഒരു പെർസെപ്ഷൻ ഞാൻ വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ. അദ്ദേഹം ഒരു സൊല്യൂഷനായിട്ട് പറഞ്ഞത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യുക, എന്നിട്ട് പരിഹരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ പത്തനംതിട്ടയിൽ റാന്നിയിൽ ബാബു എന്ന് പറഞ്ഞ ഒരു വൃദ്ധൻ, അദ്ദേഹത്തെ ചൂഷണം ചെയ്ത് CPMൻ്റെ പ്രവർത്തകർ, അദ്ദേഹത്തെ പ്രത്യേകിച്ച് നേതാക്കൾ, അവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അദ്ദേഹത്തെ ഭയങ്കരമായി ചൂഷണം ചെയ്ത് പെരുന്നാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാമ്പത്തിക തകർച്ച ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് 20 ലക്ഷത്തോളം രൂപ ചോദിച്ച് വാങ്ങാൻ ശ്രമിച്ച ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു, ഒരു രക്ഷയില്ലാതെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതി കൊടുത്തു. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തത്. താങ്കളുടെ പാർട്ടി ഒരു വട്ടമേശ സമ്മേളനം നടത്തി ഈ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ CPMൻ്റെ നേതാക്കളെ എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഒരു സൊല്യൂഷൻ താങ്കൾ കണ്ടെത്തിയിരുന്നത് എനിക്കറിയില്ല. KG ഷാജി എന്ന് പറയുന്ന തൃശ്ശൂരെ ഒരു റെസിഡന്റ്, അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ ഇതേപോലെ CPM ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ആശ എന്ന് പേരുള്ള ഒരു ആശാ വർക്കറിനെ CPMൻ്റെ നേതാക്കൾ പീഡിപ്പിച്ചത് കൊണ്ട്, മാനസികമായിട്ട് ചൂഷണം ചെയ്തതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു, ഒരു മേശയ്ക്ക് ചുറ്റും ചർച്ച ചെയ്തിരുന്നു. അപ്പം ഞാനിവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ, അപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും ഏത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണെങ്കിലും അവർ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടുത്തെ ആളുകളുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അത് അറിയേണ്ട കാര്യമുണ്ട്. അവിടുത്തെ പെർഫോമൻസ് ബേസിസിലാണ് അവർ ഈ പറഞ്ഞ പോലെ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലർക്ക് ഈ പറഞ്ഞ പോലെ മത്സരിക്കാനുള്ള അവസരം കൊടുക്കുന്നതെങ്കിൽ അത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതിയുണ്ട്. അത് ഏത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണെങ്കിലും CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, താങ്കൾ പറഞ്ഞതുപോലെ അല്ല ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം നമ്മൾ കണ്ടു. അവർ ഔദ്യോഗികമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. അതേസമയം ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങളോടൊക്കെ പറയുന്ന പ്രതികരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതാണോ വേണ്ടതെന്നാണ് ഞാൻ സുരേഷ് കുമാർ താങ്കളുടെ അല്ല, തീർച്ചയായിട്ടും ഇത് ശരി. ഞാൻ വരാം. സുരേഷ് കുമാർ പറയട്ടെ. അല്ല, ഇവിടെ എൻ്റെ സഹ പാനലിസ്റ്റ് BJPയുടെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടയത്തും ഒക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ
താങ്കളോട് ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? താങ്കൾ തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് ഈ ആത്മഹത്യയെ അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ ജീവൻ വെടിഞ്ഞ കാര്യത്തെ പവിത്രവൽക്കരിക്കാൻ താങ്കളുടെ നേതാക്കന്മാർ ഈ ഇല്ല താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നതാണ്. താങ്കൾ മിണ്ടാതിരിക്കണം. ഇതെന്റെ അവസരമാണ്. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേതൃത്വം, താങ്കളുടെ BJP ഞാൻ പറയട്ടെ, ഈ അനന്തു തമ്പിയുടെ മനോനില തകരാറിലാണെന്ന് പറയുന്നത് നിങ്ങൾ ഏത് ജനങ്ങളെയാണ് പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങളൊന്ന് വായടച്ചു വെക്കൂ. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ 175 ഏക്കർ ഭൂമിയുടെ അഴിമതി കാണിച്ചിട്ട് ഈ നാട്ടിൽ വന്നു നിന്ന് കള്ളക്കഥ തുടർച്ചയായി പ്രചരിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചരിത്രം എന്താണ്? നിങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ച ചരിത്രമാണ്. കേരളത്തിൽ തന്നെ 1990കളുടെ കാലഘട്ടത്തിൽ ചുവരുകൾ തോറും സ്വദേശി വസ്തുക്കളുടെ ഉൽപ്പന്നവും പ്രദർശനവും വിപണനവുമൊക്കെ സംഘടിപ്പിക്കുന്നു. ജാഗ്രത മഞ്ച് സംഘടിപ്പിച്ചുകൊണ്ട് സ്വദേശി വസ്തുക്കളുടെ പ്രദർശനം സംഘടിപ്പിച്ച ആളുകൾ നിങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം കിട്ടുമ്പോൾ നിങ്ങൾ എടുത്ത നടപടി എന്താണ്? പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം. അവിടെയുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും കുത്തകകൾക്ക് തീരെഴുതിയ ഒരു രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ നയം അതാണ്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കുകയും മറ്റാരെങ്കിലും അതിനെതിരായി പ്രതികരിക്കുന്നുവെങ്കിൽ ആടിനെ പട്ടിയാക്കുന്ന പ്രവർത്തനം നിങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ നടത്തും. നിങ്ങൾ ചെയ്തത് എന്താണ്? അങ്ങേയറ്റം ക്രൂരമായ നിന്ദ്യമായ ഒരു നടപടിയല്ലേ? അനന്തു തമ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അയാളുടെ മനോനില തകരാറിലാണ് എന്നാണോ വാർത്താ സമ്മേളനം നടത്തി BJPയുടെ നേതാക്കന്മാർ പറയേണ്ടത്? അവിടെ അദ്ദേഹം നിങ്ങൾക്കെതിരായി റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എങ്കിൽ ഞാൻ അതാണ് പറഞ്ഞത്, ഒരു മേശയ്ക്ക് ചുറ്റും വിളിച്ചിരുത്തി പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം. പകരം എന്താണ് ചെയ്തത്? ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? അതാണ് ഇപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതും അറിയേണ്ടതും. ഇതാണ് ആ കുടുംബവും ആവശ്യപ്പെടുന്നത്. മിഥുൻ വിജയകുമാർ, നോക്കൂ, ഈ അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. ജനങ്ങളുടെ വിധിയെഴുത്താണ് ആത്യന്തികമായിട്ടുള്ളത്. ഈ കാര്യത്തിൽ തങ്ങളുടെ പ്രവർത്തകരെ മാനസിക വിഭ്രാന്തർ, ആത്മഹത്യ ചെയ്യുന്നവരെ മാനസിക വിഭ്രാന്തർ എന്ന് വിളിക്കുന്ന ഒരു പാർട്ടിയോട് ജനം എങ്ങനെ പ്രതികരിക്കും? നോക്കൂ, ജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു വിഷയം തീർച്ചയായിട്ടും അത് അവരെ ഒരു പോയിന്റ് വരെ അഫക്റ്റ് ചെയ്യും. പക്ഷേ BJP എന്ന് പറഞ്ഞ പാർട്ടി ആസ് സച്ച് പൂർണ്ണമായൊരു തകർച്ചയാണ് എന്ന രീതിയിലേക്കൊക്കെ അവർ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു വിഷയം നമ്മളെല്ലാ പാർട്ടിയിലും കാണുന്നതാണ്. ചില സമയത്ത് ചിലത് പൊന്തി വരുന്നു, ചില സമയത്ത് നമ്മൾ ചിലത് ഡിസ്കസ് ചെയ്യുന്നു. ഈ സമയത്ത് നമ്മൾ BJPയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഒരു പക്ഷേ BJPക്കെതിരെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു മീഡിയ ക്യാമ്പയിൻ പോലും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയുടെ വളർച്ചയെ ഭയക്കുന്ന ഒരുപാട് മീഡിയക്കാർ അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3 ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇത് ബാധിക്കാനാണ് ചോദിച്ചത്. 30 സെക്കൻഡ് കഴിഞ്ഞു. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അപ്പോൾ ഇത് എല്ലായിടത്തും ജനറലൈസ് ചെയ്തുകൊണ്ട് ജനങ്ങളെ അങ്ങനെ എല്ലാവരും ജനങ്ങൾ അങ്ങനെ കണ്ടങ്ങ് തള്ളും എന്ന് തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? അല്ല, അങ്ങനെയല്ല. BJPയുടെ ഈ ഒരു RSSൻ്റെ ഒരു നയമുണ്ട്. ആ നയമെന്ന് പറയുന്നത് സ്വന്തം പാർട്ടി പ്രവർത്തകനായിരുന്നാൽ പോലും തങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാൽ അയാളെ ഈ മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന ഒരു സന്ദേശമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ ഇതിനെ കാണാൻ പറ്റും. തിരുമല അനിൽ, അതുപോലെ തന്നെ തിരുമല ഭാഗത്ത് നേരത്തെ പ്രകാശ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം കത്തിക്കലുമായി ബന്ധപ്പെട്ട്, സ്വാമിയുടെ ആശ്രമം കത്തിക്കലുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ, അയാൾ പിന്നീട് കുറ്റസമ്മതവുമായി വന്നു. ഈ രൂപത്തിൽ ഇതൊരു ശ്രേണിയാണ്. ഒരുപാട് ആളുകൾക്ക് ജീവൻ വെടിയേണ്ടതായി വന്നിട്ടുണ്ട്. അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് എന്തായാലും ചർച്ച ചെയ്യും. അവിടെ മാത്രമാണ് ജനത്തിന്റെ വിധി എഴുത്തുണ്ടാകുക. അതാണ് സുരേഷ് പറയുന്നത്. ശരി, പെരിങ്ങമലാജി, ഇതാ നോക്ക്, ഇപ്പോൾ മരിച്ച ആനന്ദ് കെ തമ്പി ശിവസേനക്കാരനാണ്. BJPക്ക് മാത്രമല്ല അപ്പോൾ താല്പര്യമുണ്ടാകേണ്ടത്. ശിവസേനയും ഇക്കാര്യത്തിൽ നാളെ മുതൽ ഇതിന് കാരണക്കാരായവർ BJPയിൽ ഉണ്ടെങ്കിൽ
അതിന് പ്രതികരിക്കണം ആ പാർട്ടി എന്ന് ശക്തമായി പറയേണ്ട ഒരു ഘട്ടമുണ്ട്. ഉണ്ടാകുമോ? അതെ, അദ്ദേഹം ഒരു ദിവസമാണെങ്കിലും ശിവസേനയിൽ പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹവും ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിൻ്റെ യഥാർത്ഥ വിഷയം അതൊരു അന്വേഷണത്തിൽ കൂടി പുറത്തു കൊണ്ടുവരണം തന്നെയാണ് ശിവസേനയുടെയും ആഗ്രഹവും. അതുതന്നെയാണ് ശിവസേന ആവശ്യപ്പെടുന്നത്. ശരി, അത് അന്വേഷണത്തിലൂടെ കൊണ്ടുവന്നാൽ മാത്രം മതി. ബി ജെ പിയും ആഭ്യന്തരമായി അന്വേഷിക്കണം എന്നാണ്. അല്ല, അത് സംഘടനാപരമായിട്ട് അവരും അതിൻ്റെ അന്വേഷണം നടത്തണം. അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം പിന്നെ ആനന്ദ് മരണപ്പെടാനോ അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം തീർച്ചയായിട്ടും ബി ജെ പിയും ഒരു അന്വേഷണം ഉണ്ടാക്കണം. അത് അന്വേഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കേട്ടില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അതെന്താണ് സംഭവിച്ചതിനെക്കുറിച്ച് അത് അന്വേഷിക്കുന്നുണ്ട് എന്ന് ഒരു വാക്ക് പറയുന്നത് പോലെ എനിക്ക് തോന്നി. ശരി, അപ്പോൾ അതിന് എത്ര ദിവസത്തെ സമയം കൊടുക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി ഒരു അഭിപ്രായം പറയാൻ? അല്ല, അത് നമുക്ക് എന്തായാലും അത് അന്വേഷണ പരിധിയിൽ എന്തെങ്കിലും വരുന്നത് ഈ തെരഞ്ഞെടുപ്പിനിടയിൽ കാരണം അവരെ കുടുംബത്തിനും അത് പരാതിപ്പെടേണ്ട ആവശ്യമുണ്ടല്ലോ. ഒരു പ്രശ്നങ്ങളുമില്ലാതെ പോയ ഒരു കുടുംബമാണ്. ശരി, കുടുംബത്തിനൊരു പ്രശ്നങ്ങളില്ലാതെ പോയതാണ്. ശരി, എന്തായാലും ബി ജെ പിയും അക്കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. എം ജയചന്ദ്രൻ, അവസാനമായി താങ്കളുടെ വാക്കുകൾ അവസാനിപ്പിക്കാം, പറഞ്ഞോളൂ. അത് ഈ വിഷയത്തില് ബി ജെ പി ഒരുപാട് നമ്മൾ കരുതുന്നതിലൊക്കെ വളരെ ഗ്രാവിറ്റി കൂടുതലാണ് ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന ഡാമേജ് എന്ന് പറയുന്നത്. കാരണം ഈ പിന്നെ ആത്മഹത്യാ കുറിപ്പ് ചെറിയ ചില്ലറ കാര്യമൊന്നുമല്ല. പോലീസിന് അത് കൊടുക്കുന്ന ഒരു ഡയമെൻഷൻ ഉണ്ട്. ഇതിൽ പ്രേരണ കുറ്റം ഏതൊക്കെ മേഖലയിലാണ് ആയിരുന്നൊക്കെയാണെന്നത് അടക്കമുള്ള വിപുലമായ ഒരു അന്വേഷണം അതിലേക്ക് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ബി ജെ പി സ്വാഭാവികമായിട്ടും മറ്റ് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ബി ജെ പിക്ക് അകത്തുള്ള ഗ്രൂപ്പിസത്തെ കൂടുതൽ അത് വർദ്ധിപ്പിക്കാൻ മാത്രമാണ് അത് കാരണമാക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ബി ജെ പിയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്ത് ആത്മഹത്യ ചെയ്തവർ ഉണ്ട്. ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന്, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാതെ മറ്റ് നിവർത്തിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ജീവൻ രക്ഷപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് വരാത്ത വാർത്തകളുണ്ടാകും. ഇത് ബി ജെ പിയിൽ നിന്നാണ്. ബി ജെ പിക്കകത്ത് തന്നെ ഈ കാര്യം അവസാനിപ്പിക്കണമെന്ന് ശക്തമായി ആളുകൾ ആവശ്യപ്പെടുന്നു. നേതൃത്വം അനങ്ങാതിരിക്കുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി ഉണ്ടാകുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാകാൻ പോകുന്ന ജനവിധി എഴുത്തിൽ സെറ്റ് ബാക്കിൻ്റെ ഡാമേജിൻ്റെ ഗ്രാവിറ്റി വലിയ രീതിയിലാണ് ഉണ്ടാകുക എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, മിഥുൻ വിജയകുമാർ, പെരിങ്ങമല അജി, ഒപ്പം എം ജയചന്ദ്രൻ. ന്യൂസ് അവസാനിക്കുന്നു.